കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതി ഇന്നും വാദം തുടരും. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കവേ വഖഫ് ഇസ്ലാം മതത്തിന്റെ അനിവാര്യതയല്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. വഖഫ് മൗലിക അവകാശമല്ലെന്നും മതപരമായ സ്വഭാവമില്ലെന്നും വാദിച്ച സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇതിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നും ആവശ്യപ്പെട്ടു. ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് ഇന്നും വാദം കേൾക്കും. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ പരിഗണിക്കവെയാണ് വഖഫ് ഇസ്ലാം മതത്തിൽ അനിവാര്യമല്ലെന്നും മതപരമായ സ്വഭാവമില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചത്. ദാനധർമ്മം എല്ലാ മതങ്ങളുടെയും ഭാഗമാണ്. ഇസ്ലാമിലും ഹിന്ദുവിലും സിഖിലും ഇതുണ്ട്. അതുകൊണ്ട് തിരക്കിട്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. വഖഫ് ബോർഡുകളിലെ അമുസ്ലിം അംഗങ്ങളുടെ പ്രാതിനിധ്യത്തിലും കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതിയിലെ നിർദ്ദേശങ്ങൾ ആവർത്തിച്ചു. 22 അംഗ സെൻട്രൽ കൗൺസിലിൽ 4 അമുസ്ലിങ്ങൾ മാത്രമാണുള്ളതെന്നും 11 അംഗ വഖഫ് ബോർഡിൽ 3 അമുസ്ലിങ്ങൾ മാത്രമായിരിക്കും ഉള്ളതെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിനാൽ വഖഫ് അനിവാര്യമായ ഒന്നാണെന്ന് വാദിക്കാനില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. സ്വത്തുക്കളുടെ കാര്യത്തിൽ മതാടിസ്ഥാനത്തിലല്ല തീരുമാനം എടുക്കേണ്ടത്. രാജ്യത്ത് നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വത്തുക്കൾ പരിപാലിക്കുന്നതെന്നും കേന്ദ്രം വാദിച്ചു. വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നുവെന്ന വ്യാജമായ പ്രചാരണമാണ് നടക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. അതേസമയം വഖഫ് കൗൺസിലിലും സംസ്ഥാന ബോർഡുകളിലും അമുസ്ലിങ്ങളെ നിയമിക്കുന്നത് ആ മതവിഭാഗത്തിനുമേൽ നടത്തുന്ന കടന്നുകയറ്റമാണെന്നും കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.